കോഴിക്കോട്ടെ സാമൂതിരിമാരെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. കോഴിക്കോട് ആദ്യത്തെ സാമൂതിരിമാരുടെ കീഴിൽ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. മധ്യ കേരളത്തിലും ഉത്തര കേരളത്തിലും മധ്യകാലത്ത് സുപ്രധാനമായ ഒരു ശക്തിയായിരുന്നു കോഴിക്കോട്. കോഴിക്കോടിൻ്റെ ഭരണാധികാരികളായ സാമൂതിരിമാർ സംസ്കാര സമ്പത്തിലും മറ്റു സിദ്ധികളിലും കേരളീയ രാജാക്കന്മാരുടെ മുൻപന്തിയിൽ നിൽക്കുന്നു. ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ചെപ്പേടുകളിലെ സാക്ഷിയായ ഏറനാട് ഉടയവരുടെ പിന്മുറക്കാരാണ് ഇവർ. സാമൂതിരിമാരുടെ കോഴിക്കോടിൻ്റെയും ആവിർഭാവത്തെക്കുറിച്ചിട്ടുള്ള ഐതിഹ്യം കേരളോൽപ്പത്തിയിൽ പറയുന്നുണ്ട്. കേരളം പകുത്തു സ്നേഹിതന്മാർക്കും ബന്ധുക്കൾക്കും നൽകിയിട്ട് മക്കത്തു പോയെന്ന് പറയുന്ന അവസാനത്തെ പെരുമാൾ നെടുയിരുപ്പിലെ മാണിക്യൻ എന്നും വിക്കിരൻ എന്നും പേരുള്ള രണ്ട് ഏറാടി സഹോദരന്മാർക്ക് ഒരു ചെറിയ ദേശവും തൻ്റെ ഒടിഞ്ഞ വാളും ഉടഞ്ഞ ശംഖും കൊടുത്തിട്ട് ചത്തും കൊന്നും കീഴടക്കിയും ചക്രവർത്തിയായി മലനാടടക്കി വാഴുക എന്ന് ഉപദേശിക്കുകയുണ്ടായിത്രേ. ഈ കഥ ഏതായാലും ചരിത്രാധിഷ്ഠിതമായിട്ടുള്ള ഒന്നല്ല. കോഴിക്കോടിൻ്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു നോക്കാം. 13-ാം നൂറ്റാണ്ട് വരെ കോഴിക്കോട് ഒരു മികച്ച തുറമുഖവും സുശക്തമായൊരു രാജ്യത്തിൻ്റെ ആസ്ഥാനവുമായിരുന്നില്ല. കുലശേഖര സാമ്രാജ്യത്തിൻ്റെ നാശത്തിന് തൊട്ടിപ്പുറമുള്ള കാലഘട്ടത്തിൽ കോഴിക്കോടും സമീപ പ്രദേശങ്ങളും പോളാതിരിയുടെ ഭരണത്തിലിരുന്ന പോളനാട്ടിൻ്റെ ഭാഗമായിരുന്നു. കടലിന് വളരെ ദൂരെയായി കരയുടെ തടങ്കലിൽ കഴിയുകയായിരുന്ന ഏറനാട്ടെ നെടിയിരുപ്പിലെ ഏറാടികൾ കടലിലേക്ക് ഒരു പ്രവേശന മാർഗം കണ്ടുപിടിക്കുവാനും അങ്ങനെ സമുദ്ര വാണിജ്യത്തിൽ നേരിട്ട് പങ്കെടുക്കുവാനും പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു. ഏറാടികൾ തങ്ങളുടെ നായന്മാരുമായി പന്നിയങ്കരയ്ക്ക് മുന്നേറി പോളാതിരിയുടെ ആസ്ഥാനം പലപ്പോഴും വളഞ്ഞു. ഈ യുദ്ധം ഏതാണ്ട് അരനൂറ്റാണ്ടോളം നീണ്ടുനിന്നു. ഏറാടികളെ കോട്ടയം നാടുവാഴിയും പോളാതിരിയെ കോലത്തിരിയും സഹായിച്ചു. യുദ്ധം കലാശിച്ചത് ഏറാടികളുടെ വിജയത്തിലായിരുന്നു. പോളാതിരി രാഷ്ട്രീയാഭയം തേടി കോലത്തുനാട്ടിലേക്ക് ഓടിപ്പോയി. യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പോളാതിരിയുടെ മന്ത്രി ഏറാടികളുടെ പക്ഷം ചേരുകയും അതിന് പാരിതോഷികമായി അയാൾ ഏറനാട്ടു മേനോൻ എന്ന സ്ഥാനം ലഭിക്കുകയും ചെയ്തു. അയാൾക്ക് വടക്കുംപുറം നായന്മാരുടെ നായകത്വവും അനുവദിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അയാൾക്ക് പോളനാടു പിടിച്ചടക്കിയതോടെ ഏറാടികൾ അവരുടെ ആസ്ഥാനം നെടിയിരുപ്പിൽ നിന്നും കോഴിക്കോട്ടേക്ക് മാറ്റി. അവർ പുതുതായി നേടിയ പ്രദേശങ്ങളുടെ സുരക്ഷിതത്വം കരുതി വേളാപുരം എന്ന സ്ഥലത്ത് കോട്ടയും ഒരു കൊട്ടാരവും നിർമ്മിച്ചു. ഈ കോയിലിൽ നിന്നും കോട്ടയിൽ നിന്നുമായിരിക്കാം കോഴിക്കോട്, കോയിൽ, കോട്ട എന്ന സ്ഥലത്തിൻ്റെ നാമത്തിൻ്റെ ഉൽപ്പത്തി. ഏറാടികൾക്ക് നെടിയിരുപ്പുമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ബന്ധത്തെ ആസ്പദമാക്കി കോഴിക്കോട്ട് രാജവംശത്തെ നെടിയിരുപ്പ് സ്വരൂപം എന്നും വിളിച്ചു പോന്നു. സാമൂതിരി എന്ന പേരിലാണ് കോഴിക്കോട്ട് രാജാക്കന്മാർ പൊതുവെ അറിയപ്പെടുന്നത്. സാമൂതിരിയെക്കുറിച്ചിട്ട് ആദ്യമായി പരാമർശിക്കുന്നത് ഇബ്നു ബത്തൂത്തയുടെ വിവരണങ്ങളിലാണ്. 14-ാം നൂറ്റാണ്ടിലാണ് ഇബ്നു ബത്തൂത്ത കേരളം സന്ദർശിച്ചിട്ടുള്ളത്. 1342 to 1347 വരെയുള്ള അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളിലാണ് സാമൂതിരിയെക്കുറിച്ചിട്ട് ആദ്യമായിട്ട് പരാമർശിച്ചിരിക്കുന്നത്. 13-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ കേരളം സന്ദർശിച്ച മാർക്കോ പോളോ ഏലി രാജ്യത്തെക്കുറിച്ച് പറയുകയും കോഴിക്കോടിനെ കുറിച്ച് പറയാതിരിക്കുകയും ചെയ്യുന്നത് കോഴിക്കോട് കേരളക്കരയിലെ ഒരു രാഷ്ട്രീയ ശക്തിയായി തീർന്ന കാലം നിർണ്ണയിക്കാൻ സഹായകമായ ഒരു സൂചനയാണ്. സാമൂതിരിമാരുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ പരിഗണനീയമായ ശക്തിയായി ഉയരുന്നത് 14-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് എന്ന് കരുതപ്പെടുന്നു. സാമൂതിരിമാരുടെ അധികാരവും പ്രതാപവും അനുക്രമം വികസിക്കുകയും അവർ മലയ്ക്കും കടലിനും ഇടയ്ക്കുള്ള രാജ്യത്തിൻ്റെ അധിനായകൻ എന്നർത്ഥം വരുന്ന കുന്നലക്കോനാതിരി, ശൈലാബ്ദീശ്വരൻ എന്നീ ബിരുദങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. തുറമുഖ നഗരമായ കോഴിക്കോടിൻ്റെ അധിപനാകയാൽ പൂന്തുറക്കോൻ എന്നും സാമൂതിരിയെ വിളിച്ചു പോന്നു. ഏളാതിരി എന്നും ഏർലാതിരി എന്നും നെടിയിരുപ്പ് മൂപ്പൻ എന്നും കൂടി സാമൂതിരിക്ക് പേരുകളുണ്ട്. സാമൂതിരിയുടെ ഉയർച്ചയും കോഴിക്കോടിൻ്റെ വളർച്ചയും പരസ്പരം സ്വാധീനം ചെലുത്തിയ ഘടകങ്ങളായിരുന്നു. സാമൂതിരിമാരുടെ ഭരണത്തിൽ കോഴിക്കോട് പെട്ടെന്ന് കേരള തീരത്തെ മികച്ച തുറമുഖമായി വളർന്നു വന്നു. കേരളത്തിൻ്റെ കയറ്റുമതി ചരക്കുകളായ കുരുമുളകും ഏലവും തുണിത്തരങ്ങളും ഇവിടെ നിന്ന് ധാരാളമായി വിദേശങ്ങളിലേക്ക് അയച്ചിരുന്നു. സാമൂതിരി കോഴിക്കോട്ട് തുറമുഖത്തെ ഒരു സ്വതന്ത്ര തുറമുഖമായി പ്രഖ്യാപിക്കുകയും കോഴിക്കോടുമായി വാണിജ്യ ബന്ധമില്ലാത്ത വിദേശ കപ്പലുകളും അവിടെ നിർബാധം അടുത്ത് വെള്ളവും ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റും സംഭരിക്കാനുള്ള സൗകര്യം പ്രയോജനപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഫലമായി സാമൂതിരി വിശാലമനസ്കനും നീതിമാനുമാണെന്ന കീർത്തി ദേശാന്തരങ്ങളിൽ പോലും പരക്കുകയും അസംഖ്യം വിദേശ വ്യാപാരികൾ കോഴിക്കോട്ടെത്തുകയും ചെയ്തിരുന്നു. കോഴിക്കോടുമായി വാണിജ്യം നടത്തിയ വിദേശീയരിൽ അറബികളും ചൈനക്കാരുമാണ് മുന്നിട്ട് നിന്നിരുന്നത്. ചൈനക്കാർ ഒരു ചെറിയ വാസസങ്കേതം തന്നെ കോഴിക്കോട്ട് നഗരത്തിൽ സ്ഥാപിച്ചു.
ചീനക്കോട്ട എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. അറബികളും ചീനക്കാരും തമ്മിലുണ്ടായിരുന്ന വാണിജ്യ മത്സരത്തിൽ ആദ്യത്തെ കൂട്ടർ അഥവാ അറബികളോടായിരുന്നു സാമൂതിരിക്ക് കൂടുതൽ താൽപ്പര്യം. അദ്ദേഹം അവർക്ക് വിശേഷ ആനുകൂല്യങ്ങൾ നൽകി. തൽഫലമായി കോഴിക്കോട്ടെ കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും കുത്തക അറബികൾക്കായി തീർന്നു. കോഴിക്കോട് നിരന്തരം നടന്ന വാണിജ്യമായിരുന്നു സാമൂതിരിയുടെ ഭണ്ഡാരം നിറച്ചതും അയൽ രാജ്യങ്ങൾ ആക്രമിക്കാൻ, രാജ്യം വികസിപ്പിക്കാനുള്ള രാഷ്ട്രീയ ആഗ്രഹം അദ്ദേഹത്തിൽ ആളിപ്പടർത്തിയതും. അറബികൾ സ്വന്തം താൽപ്പര്യം പരിഗണിച്ച് കപ്പലുകൾക്കു പുറമെ കുതിരകളെയും പടയാളികളെയും നൽകി യുദ്ധങ്ങളിൽ സാമൂതിരിയെ സഹായിക്കുകയും ചെയ്തിരുന്നു. സാമൂതിരിയുടെ ആദ്യകാല ആക്രമണങ്ങളും വിജയങ്ങളും എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. സാമൂതിരി കോഴിക്കോട് തൻ്റെ പ്രവർത്തനാടിസ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് അയൽ നാടുകളെ സ്വാധികാരത്തിൽ കൊണ്ടുവരാൻ ഒരാക്രമണ പരമ്പര തന്നെ നടത്തിയിരുന്നു. ബേപ്പൂർ രാജാവും പരപ്പനാട്ടു രാജാവും വെട്ടത്തു രാജാവും സാമൂതിരിയുടെ ആധിപത്യം കാലെ കൂട്ടി അംഗീകരിച്ചു. കുറമ്പ്രനാട്ടു രാജാവും പയ്യോർമല നായന്മാരും സമീപ പ്രദേശങ്ങളിലെ മറ്റു നാടുവാഴികളും അവരെ പിന്തുടർന്നു. ആക്രമണത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ സാമൂതിരിക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും പ്രബലനായ ശത്രു തെക്കേ മലബാറിലെ വള്ളുവ കോനാതിരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാട്ടിൽപ്പെട്ടിരുന്ന ഭാരതപ്പുഴയുടെ തീരത്തെ തിരുനാവായ സ്വന്തമാക്കുക എന്ന ലക്ഷ്യമായിരുന്നു സാമൂതിരിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. 12 വർഷത്തിലൊരിക്കൽ വള്ളുവനാട്ടു രാജാവിൻ്റെ അധ്യക്ഷതയിൽ മാഘമകം കൊണ്ടാടാറുണ്ടായിരുന്ന തിരുനാവായിക്ക് അതിമഹത്തായ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഐതിഹ്യപ്രകാരം ചേര ചക്രവർത്തിയായിരുന്നു മുൻപ് മാമാങ്കത്തിലെ അധ്യക്ഷത വഹിച്ചിരുന്നത്. ഇപ്പോൾ ആ സമുന്നത ബഹുമതി വള്ളുവ കോനാതിരിക്ക് ലഭിച്ചത് കേരളത്തിലെ രാജാക്കന്മാർക്കിടയിൽ വിശേഷിച്ചും സാമൂതിരിയിൽ അസഹിഷ്ണുത വളർത്തിയിരുന്നു. തിരുനാവായ മാത്രമല്ല, മാമാങ്കത്തിൻ്റെ സംപൂജ്യമായ അധ്യക്ഷ പദവി കൂടി പിടിച്ചടക്കുക എന്നതായിരുന്നു സാമൂതിരിയുടെ വള്ളുവ നാടാക്രമണത്തിൻ്റെ ഉദ്ദേശ്യം. പന്നിയൂർ ഗ്രാമത്തിലെയും ചൊവ്വര ഗ്രാമത്തിലെയും നമ്പൂതിരിമാർ തമ്മിൽ നിലനിന്ന ഒരിക്കലും ഒടുങ്ങാത്ത അഭിപ്രായ വ്യത്യാസം അക്കാലത്തെ കേരളീയ രാജാക്കന്മാരുടെ അധികാര മത്സരത്തിന് പുതിയൊരു കാരണം കൂടി സൃഷ്ടിച്ചിരുന്നു. കൂറു മത്സരം എന്നറിയപ്പെടുന്ന ഈ കലഹം രണ്ടു ഗ്രാമക്കാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എന്ന നിലയിലാണ് ആരംഭിച്ചത് എന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ ശക്തികളും പങ്കെടുത്തിട്ടുള്ള അധികാര സമരമായിട്ട് വളർന്നു വന്നു. സാമൂതിരി പന്നിയൂർ ഗ്രാമക്കാരെ പിന്താങ്ങി. വള്ളുവ കോനാതിരിയും പെരുമ്പടപ്പു രാജാവും ചൊവ്വര കക്ഷികളിലും ചേർന്നു. കൂറുമത്സരം അപ്രതീക്ഷിതമായി അക്രമാസക്തമാവുകയും ഇരു ഗ്രാമക്കാരും താങ്ങളുടെ സംരക്ഷകന്മാരുടെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. പന്നിയൂർ കൂറിൻ്റെ നേതാക്കന്മാരിലൊരാളായ തിരുമനശ്ശേരി നമ്പൂതിരിയുടെ ദേശങ്ങൾ വള്ളുവ കോനാതിരിയും പെരുമ്പടപ്പു രാജാവും ചേർന്ന് ആക്രമിച്ചത് ഒരു പ്രതിസന്ധി ഘട്ടത്തിന് കാരണമായി. ഈ ആക്രമണത്തിനെതിരെ സാമൂതിരിയുടെ വെട്ടത്തു രാജാവിൻ്റെ സഹായം തേടി. സഹായത്തിന് പ്രതിഫലമായി പൊന്നാനി പ്രദേശം സാമൂതിരിക്ക് വിട്ടുകൊടുക്കാമെന്ന നമ്പൂതിരി വാഗ്ദാനവും ചെയ്തിരുന്നു. കൂറു മത്സരത്തിൽ സജീവമായി ഇടപെടാൻ കിട്ടിയ ഈ അവസരം സാമൂതിരി വേണ്ട പോലെ പ്രയോജനപ്പെടുത്തി. സാമൂതിരിയുടെ ആക്രമണ പരിപാടികളെ അറബി കച്ചവടക്കാർ പ്രോത്സാഹിപ്പിക്കുകയും യുദ്ധത്തിൽ സഹായിക്കുകയും ചെയ്തു. സാമൂതിരിയും ഏറാൾപ്പാടും അഥവാ യുവരാജാവിനെയാണ് ഏറാൾപ്പാട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ രണ്ടുപേരും കിഴക്കോട്ടു സൈന്യത്തെ നേരിട്ട് നയിച്ചു. സാമൂതിരിയുടെ പട വടക്കുകൂടി തൃപ്പങ്ങോട്ടെത്തി താവളമടിച്ചപ്പോൾ ഏറാൾപ്പാട് കടൽ വഴി പൊന്നാനിയിലെത്തി ഭാരതപ്പുഴ കടന്നു തിരുനാവായിയുടെ മറുകരയിൽ സ്ഥാനമുറപ്പിക്കുകയുണ്ടായി. വള്ളുവ കോനാതിരിയെ സംഭ്രാന്തനാക്കിക്കൊണ്ട് സമരം അങ്ങനെ തുടർന്നു. അധികം വൈകാതെ അദ്ദേഹം തിരുനാവായ കൈവിടാൻ നിർബന്ധിതനായി. സാമൂതിരി വിജയപൂർവ്വം തിരുനാവായയിൽ പ്രവേശിച്ച് മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷൻ എന്ന സമുന്നത സ്ഥാനം ഏറ്റെടുത്തു. സാമൂതിരിയുടെ തിരുനാവായ ആക്രമണത്തിൽ നിന്ന് അദ്ദേഹവും വള്ളുവ കോനാതിരിയും തമ്മിലുള്ള രൂക്ഷമായ മത്സരത്തിൻ്റെ കാലഘട്ടം പിറന്നു. തിരുനാവായ നഷ്ടപ്പെട്ടത് വള്ളുവ കോനാതിരിയുടെ ശക്തിക്കും പ്രതാപത്തിനുമേറ്റ മാരക പ്രഹരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ കോഴിക്കോട്ട് സൈന്യം നിർദ്ദയം ഓടിക്കുകയും ചെയ്തു. സാമൂതിരിയും വള്ളുവ കോനാതിരിയും തമ്മിലുള്ള യുദ്ധം 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും തുടരുന്നതായിട്ട് ആ കാലത്തുണ്ടായ ഉണ്ണിച്ചുരുദേവി ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സാമൂതിരിയുടെ മേൽ പറഞ്ഞ ആക്രമണങ്ങളും വിജയങ്ങളും ഉണ്ടായത് 12-ഉം 13-ഉം നൂറ്റാണ്ടുകളിലാണെന്ന് ഇത് തെളിയിക്കുന്നു. തിരുനാവായിലുണ്ടായ വിജയത്താൽ പ്രചോദിതനായ സാമൂതിരി അദ്ദേഹത്തിൻ്റെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. താമസിയാതെ അദ്ദേഹം നിലമ്പൂർ, മഞ്ചേരി, മലപ്പുറം, വെങ്കടക്കോട്ട അഥവാ കോട്ടയ്ക്കൽ എന്നീ നാടുകൾ തൻ്റെ സ്വാധീന വലയത്തിലാക്കി. വള്ളുവ കോനാതിരിക്കും പാലക്കാട്ടു രാജാവിനും അഥവാ തരൂർ സ്വരൂപത്തിലുള്ള പാലക്കാട്ടു രാജാവിനും ഇടയ്ക്കുണ്ടായിരുന്ന ഒരു നെടുങ്ങ നാടും സാമൂതിരി പിടിച്ചടക്കി. പുതുതായി പിടിച്ചടക്കിയ നാടുകളുടെ ഭരണത്തിന് കരിമ്പുഴ ആസ്ഥാനമാക്കി ഏറാൾപ്പാടിനെ നിയോഗിക്കുകയും ചെയ്തു. തലപ്പിള്ളി ആക്രമണം. സാമൂതിരിയുടെ അടുത്ത നീക്കം തലപ്പിള്ളി രാജാക്കന്മാരുടെ നാടുകളിലേക്കായിരുന്നു. അന്ന് തലപ്പിള്ളി രാജാക്കന്മാരുടെ ഭരണത്തിലായിരുന്നു ഇന്നത്തെ തലപ്പിള്ളി താലൂക്കും
അതുപോലെ പൊന്നാനി മുതൽ ചേറ്റുവ വരെയുള്ള തീരദേശവും. സാമൂതിരിയുടെ രൂക്ഷമായ ആക്രമണത്തിനു മുൻപിൽ തലപ്പിള്ളി രാജാക്കന്മാർ എതിർപ്പൊന്നുമില്ലാതെ കീഴടങ്ങി. അവരിൽ പ്രധാനിയായ പുന്നത്തൂർ രാജാവിനെ സാമൂതിരി തൻ്റെ രാജ്യകാര്യാലോചനാ സമിതിയിൽ അംഗമാക്കുകയും അദ്ദേഹത്തിന് സാമൂതിരിമാരുടെ അരയിട്ടുവാഴ്ചയിൽ അഥവാ കിരീടധാരണയിൽ പങ്കെടുക്കാനുള്ള അവകാശം നൽകുകയും ചെയ്തു. സാമൂതിരി അടുത്തതായി വള്ളുവനാടിൻ്റെ ഭാഗമായി പൊന്നാനി മുഴുവൻ പിടിച്ചടക്കുകയും പെരുമ്പടപ്പ് സ്വരൂപത്തെ വെന്നേരിയിലെ ചിത്രകൂടത്തിൽ നിന്ന് തിരുവഞ്ചിക്കുളത്തേക്ക് ആസ്ഥാനം മാറ്റാൻ നിർബന്ധിക്കുകയും ചെയ്തു. ഇതിനിടയിൽ സാമൂതിരി വള്ളുവനാട് ആക്രമണത്തിൽ മുസ്ലിങ്ങളുടെ സഹായം സ്വീകരിച്ചതിൻ്റെ പേരിൽ നമ്പൂതിരിമാർ പൊതുവെ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായിട്ട് മാറി. അവർ ചൊവ്വരക്കൂറിൻ്റെ നേതാക്കളായ പെരുമ്പടപ്പുകാരുടെ വശം ചേർന്നു. 14-ാം നൂറ്റാണ്ടിൽ സാമൂതിരി കൂടുതൽ പ്രദേശങ്ങൾ കീഴടക്കി. മധ്യ കേരളത്തിൽ ഒരു തരം സർവാധിപത്യം തന്നെ സ്ഥാപിച്ച ആ നൂറ്റാണ്ടിൽ അഥവാ 14-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ തിരുവഞ്ചിക്കുളത്തിനടുത്തുള്ള തൃക്കണാമതിലകം സാമൂതിരിക്ക് അധീനമായി കഴിഞ്ഞതായും ഏറാൾപ്പാട് അവിടെ വാസമുറപ്പിച്ചതായും AD 1400 അഥവാ 15-ാം നൂറ്റാണ്ടിനടുത്തുണ്ടായ കോക്ക സന്ദേശത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സാമൂതിരി സൈന്യത്തിൻ്റെ ഭീഷണിയാൽ പെരുമ്പടപ്പ് സ്വരൂപം 1405 തിരുവഞ്ചിക്കുളത്ത് നിന്നും കൊച്ചിയിലേക്ക് ആസ്ഥാനം മാറ്റി. കൊച്ചിയുമായുള്ള സംഘട്ടനത്തിൻ്റെ ആരംഭം. കൊച്ചിയും കോഴിക്കോടും തമ്മിലുള്ള ഗംഭീര സംഘട്ടനം 14-ാം നൂറ്റാണ്ടിലാണ് ആരംഭിക്കുന്നത്. പെരുമ്പടപ്പിൻ്റെ ആഭ്യന്തര മത്സരമാണ് കൊച്ചിയുടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാൻ സാമൂതിരിക്ക് സന്ദർഭമുണ്ടാക്കി കൊടുത്തത്. അന്ന് കൊച്ചി ഭരിച്ചത് ഇളയ താവഴിയിലെ രാജാവായിരുന്നു. ഈ താവഴിക്കെതിരായി മൂത്ത താവഴി സാമൂതിരിയുടെ സഹായത്തിന് അപേക്ഷിച്ചു. സാമൂതിരി അപേക്ഷ സ്വീകരിച്ച് തൻ്റെ സൈന്യത്തെ കൊച്ചിയിലേക്ക് നയിക്കുകയും നാടുവാണുകൊണ്ടിരുന്ന രാജാവിനെ തോൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ തൃശ്ശൂർ കൊട്ടാരം പിടിച്ചടക്കുകയും ചെയ്തു. അനന്തരം മൂത്ത താവഴിയിലെ രാജാവിനെ സിംഹാസനത്തിൽ വാഴിച്ചു. പുതിയ രാജാവ് സാമൂതിരിയുടെ മേൽക്കോയ്മ അംഗീകരിക്കുകയും ആണ്ടുതോറും കപ്പം കൊടുത്തുകൊള്ളാമെന്ന് ഏൽക്കുകയും ചെയ്തു. കൂടാതെ കോഴിക്കോട്ട് സൈന്യത്തിന് സ്ഥിരമായി പടയാളികളെ അയച്ചു കൊടുക്കാമെന്നും കൊച്ചിയിലെ കുരുമുളകും മറ്റു ചരക്കുകളും കോഴിക്കോട്ട് തുറമുഖത്തുകൂടി മാത്രമേ വ്യാപാരം നടത്തുകയുള്ളൂ എന്നും കരാറ് ചെയ്യുകയുണ്ടായി. ഈ യുദ്ധത്തിൽ ഇടപ്പള്ളിയിലെയും കൊടുങ്ങല്ലൂരിലെയും രാജാക്കന്മാർ സാമൂതിരിയെ സഹായിച്ചു. കോഴിക്കോട്ടെ മുസ്ലിം വ്യാപാരികൾ ആളും ആയുധവും എത്തിക്കുകയും ചെയ്തിരുന്നു. ഇതുകൊണ്ട് കൊച്ചി രാജാവിൻ്റെ മേൽ ഒരു വിജയം നേടാൻ സാമൂതിരിക്ക് സാധിച്ചു. തൃശ്ശൂർ വിജയത്തിനു ശേഷം അദ്ദേഹം പാലക്കാട്ട് രാജാവിൻ്റെ നടുവട്ടം ആക്രമിച്ചു കീഴടക്കി. നടുവട്ടം വിജയപൂർവ്വം ആക്രമിച്ചു കീഴടക്കിയ കുതിരവട്ടത്തു നായരെ സാമൂതിരി ആ പ്രദേശത്തിൻ്റെ ഭരണാധികാരിയാക്കി മാറ്റി. വെങ്ങനാട്ടു നമ്പിടിമാരുടെ കൊല്ലംകോടും സാമൂതിരിയുടെ അധികാരത്തിൽ വന്നു. ഇങ്ങനെ 1498 അഥവാ 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ പോർച്ചുഗീസുകാർ കേരളക്കരയിൽ വന്നിറങ്ങിയപ്പോൾ സുശക്തനായ ഒരു പരമാധികാരിയായിരുന്നു സാമൂതിരി. കൊച്ചി രാജാവ് ഉൾപ്പെടെ ഉത്തര കേരളത്തിലെ ഒട്ടെല്ലാ നാടുവാഴികളും അദ്ദേഹത്തിൻ്റെ സാമന്തന്മാരായിരുന്നു. കോലത്തിരിയുമായിട്ടുള്ള ബന്ധം. ഉത്തര കേരളത്തിലെ സുശക്തനായ കോലത്തിരി രാജാവിനെയും സ്വന്തം നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാമൂതിരിക്ക് കഴിഞ്ഞിരുന്നു. വാണിജ്യ രാഷ്ട്രീയ കാര്യങ്ങളിൽ ശത്രുക്കളായിരുന്നു ഈ രണ്ട് രാജാക്കന്മാരും. ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ നിവൃത്തിയില്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വരാറുള്ള കഥയ്ക്ക് പ്രാധാന്യമില്ലാതില്ല. കോലത്തിരി രാജ്യത്തിൻ്റെ തെക്കൻ വിഭാഗമായ പന്തലായനി കൊല്ലത്തിൻ്റെ ഭരണത്തിനു വേണ്ടി അവിടെ താമസിച്ചിരുന്ന കോലത്തുനാട്ടിലെ ഒരു രാജകുമാരൻ ഒരിക്കൽ കോഴിക്കോട്ട് സന്ദർശിച്ചപ്പോൾ സാമൂതിരി കോവിലകത്തെ ഒരു രാജകുമാരിയുമായിട്ട് പ്രേമത്തിലാവുകയും രാജകുമാരി കാമുകനൊത്ത് പന്തലായനി കൊല്ലത്തേക്ക് ഒളിച്ചോടിപ്പോവുകയും ചെയ്തു. വിവരമറിഞ്ഞപ്പോൾ കോപാകുലനായ സാമൂതിരി തൻ്റെ കുടുംബത്തെ അപമാനിക്കാൻ കോലത്തിരി കരുതിക്കൂട്ടി ചെയ്ത കാര്യമാണിതെന്ന് വിശ്വസിച്ചു. അദ്ദേഹം ഉടൻ തന്നെ പട പുറപ്പെടുകയും പന്തലായനി കൊല്ലം വരെ പ്രദേശങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തു. സാമൂതിരിയുടെ കുടുംബത്തിൽ രാജകുമാരിക്ക് അവകാശം നിഷേധിക്കപ്പെട്ടു. ഏതായാലും സാമൂതിരിയുടെ നിർദ്ദേശപ്രകാരം കോലത്തിരി തൻ്റെ നാടിൻ്റെ വടക്കു ഭാഗത്തുള്ള നീലേശ്വരം രാജകുമാരിക്ക് വാസസൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുകയും അവരുടെ അധികാരത്തിന് കീഴിൽ 3000 നായന്മാരെ വിട്ടുകൊടുക്കുകയും ചെയ്തു. ഈ രാജകുമാരിയിൽ നിന്നാണ് നീലേശ്വരം രാജകുടുംബത്തിൻ്റെ ഉത്ഭവം എന്ന് പറയപ്പെടുന്നു. കോലത്തിരി തളിപ്പറമ്പ് ക്ഷേത്രത്തിൽ മേൽക്കോയ്മയുടെ ചില അവകാശങ്ങൾ സാമൂതിരിക്ക് സമ്മാനിച്ചു. ബലം പ്രയോഗിച്ച് തൻ്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങളുടെ കോലത്തിരി ആ പ്രദേശങ്ങളും സാമൂതിരിക്ക് വിട്ടുകൊടുത്തു. പോർച്ചുഗീസുകാരുടെ ആഗമനകാലത്ത് സാമൂതിരി ഇങ്ങനെ കോലത്തുനാടും തൻ്റെ സ്വാധീന പരിധിയിൽ ഒതുക്കിയിരുന്നു. സാമൂതിരിമാരുടെ ഭരണനീതി. സാമൂതിരിമാരുടെ കീഴിൽ കോഴിക്കോട് നിലവിലിരുന്ന ഭരണം ഉദാരമായ തത്വങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു. രാജാവ് സ്വേച്ഛാധിപതിയായിരുന്നു എന്നതിൽ സംശയമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ അധികാരം അതിരില്ലാത്തതായിരുന്നു. രാജാവിന് പരമ്പരാഗതമായ നിയമങ്ങളെയും മന്ത്രിമാരുടെ ഉപദേശങ്ങളെയും ആദരിക്കേണ്ടതുണ്ടായിരുന്നു. സർവാധികാരിക്കാർ എന്ന് വിളിച്ചു പോന്നിരുന്ന 4 പ്രധാന മന്ത്രിമാരും കാര്യക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒട്ടേറെ സാധാരണ മന്ത്രിമാരും ഭരണകാര്യങ്ങളിൽ സാമൂതിരിയെ സഹായിച്ചു.
മങ്ങാട്ടച്ചനായിരുന്നു പ്രധാനമന്ത്രിമാരിൽ പ്രമുഖൻ. രാജ്യഭരണ കാര്യങ്ങളിൽ എതിരില്ലാത്തതായിരുന്നു അദ്ദേഹത്തിൻ്റെ സമുന്നത സ്ഥാനം. അടുത്ത പദവി ധർമ്മോത്ത് പണിക്കർക്കായിരുന്നു. അദ്ദേഹമായിരുന്നു പരമ്പര സാമൂതിരിമാരുടെ ആയുധാചാര്യർ. അരമനക്കളരിയുടെ മേൽനോട്ടവും ഈ പറഞ്ഞ ധർമ്മോത്ത് പണിക്കർക്കായിരുന്നു. തിനയഞ്ചേരി എളയതും വരയ്ക്കൽ പാറ നമ്പിയുമായിരുന്നു മറ്റു പ്രധാനമന്ത്രിമാർ. ഇവർ രണ്ടാളും പൂണൂൽക്കാരായതുകൊണ്ട് ചില പ്രത്യേക അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഇവർക്കുണ്ടായിരുന്നു. സാമൂതിരിയുടെ രാജ്യം പല നാടുകളായി വിഭജിച്ചിരുന്നു. നാടുവാഴികളാണ് തലമുറകളായി നാടിൻ്റെ ഭരണകാര്യങ്ങൾ നോക്കിപ്പോന്നത്. ഒരു നാടുവാഴി മാറി അനന്തരാവകാശി ഭരണം ഏറ്റെടുക്കുമ്പോൾ സാമൂതിരിക്ക് ഒരു തുക പുരുഷാന്തരമായിട്ട് കൊടുക്കണമായിരുന്നു. ഓണം, വിഷു, മാമാങ്കം, അരയിട്ടുവാഴ്ച മുതലായ സവിശേഷ സന്ദർഭങ്ങളിൽ കാഴ്ചവെക്കുകയും വേണമായിരുന്നു നാടുവാഴികൾ. അവർ യുദ്ധകാലത്ത് പടയാളികളെ അയച്ച് സാമൂതിരിയെ സഹായിക്കുകയും ചെയ്യണമായിരുന്നു എന്നതാണ് മറ്റൊരു ഏർപ്പാട്. ഭരണത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കാൻ വിപുലമായിട്ടുള്ള തോതിൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിരുന്നു. കാര്യക്കാരന്മാർ ഭണ്ഡാരം വക നികുതികൾ പിരിക്കുകയും കൊട്ടാരം മേനോഗികൾ അതിൻ്റെ കണക്ക് രാജ്യസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്തു വന്നു. സാമൂതിരി കൊല്ലവർഷമാണ് ഔദ്യോഗിക രേഖകളിലും കണക്കുകളിലും ഉപയോഗിച്ചിരുന്നത്. 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കേരളത്തെക്കുറിച്ചിട്ട് വിവരണങ്ങൾ എഴുതിയ ബർബോസ, ദൊറാത്ത ബർബോസ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സാമൂതിരി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ അനേകം ഗുമസ്തന്മാരെ ഏർപ്പെടുത്തിയിരിക്കുന്നു. അവർ രാജാവിൽ നിന്നകന്ന ഒരു പ്രത്യേക മുറിയിൽ ബെഞ്ചുകളിലിരുന്ന് രാജകീയ നികുതി ഇനങ്ങളും രാജാവ് ദാനമായും ശമ്പളമായും കൊടുക്കുന്ന പണത്തിൻ്റെ കാര്യങ്ങളും രാജാവിന് സമർപ്പിക്കപ്പെടുന്ന പരാതികളുടെ വിവരണങ്ങളും കരം പിരിവിൻ്റെ കണക്കുകളും എഴുതുന്നു. എഴുത്തുപകരണങ്ങളുമായിട്ട് 7-8 പേർ രാജാവിൻ്റെ സമീപം എല്ലായ്പ്പോഴും നിൽക്കുന്നുണ്ടാവും. രാജാവ് ഏൽപ്പിച്ച എഴുതാത്ത പനയോലകൾ എപ്പോഴും അവരുടെ പക്കൽ കാണും. അദ്ദേഹം കൽപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ അവർ എഴുതിയെടുക്കുന്നു. തലസ്ഥാന നഗരിയായ കോഴിക്കോടിന് പ്രത്യേക ഭരണാധികാരിയും ചുങ്കമുദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു. സാമൂതിരിക്ക് സുശക്തമായിട്ടുള്ള സൈന്യ സജ്ജീകരണമുണ്ടായിരുന്നു. ഓരോ ദേശത്തുമുള്ള കളരിയിൽ വാളും പരിചയും അമ്പും വില്ലും കുന്തവും ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ നായർ യുവാക്കന്മാർക്ക് പരിശീലനം നൽകി വന്നു. കളരിയിലെ പരിശീലനം പൂർത്തിയായാൽ ഓരോ യുവാവും പതിവുള്ള അടിയറയുമായി നാടുവാഴിയെ ചെന്നു കാണും. നാടുവാഴി ആ യുവ സൈനികനെ പ്രാദേശിക സൈന്യത്തിൽ ഔപചാരികമായി അംഗമാക്കുകയും അതിന് തെളിവെന്ന നിലയിൽ ഒരു വാൾ സമ്മാനിക്കുകയും ചെയ്യും. നാടുവാഴിയുടെ അഭിമതം പോലെ യുദ്ധത്തിൽ ചേർന്നു പടവെട്ടാൻ അയാൾ അന്നു മുതൽ കടപ്പെട്ടവനാണ്. കോഴിക്കോട് പോലെയുള്ള നഗരത്തിൽ തലച്ചെന്നൂർ എന്ന സേനാനായകന്മാരുടെ നേതൃത്വത്തിൽ സ്ഥിരം സൈന്യങ്ങളുണ്ടായിരുന്നു. സാമൂതിരിയുടെ കുതിരപ്പട കുതിരവട്ടത്ത് നായരുടെ മേൽനോട്ടത്തിലായിരുന്നു. വെടിക്കുരുക്കൾ എന്ന സ്ഥാനപ്പേരിനു തിളയഞ്ചേരി എളയതിൻ്റെ നേതൃത്വത്തിൽ പീരങ്കി വിഭാഗവും പ്രവർത്തിച്ചിരുന്നു. കപ്പൽ പടയാളികൾ പ്രധാനമായും മാപ്പിളമാരായിരുന്നു. കുഞ്ഞാലി അവരുടെ നായകന്മാരും. രാജാവ് തന്നെയായിരുന്നു നീതി നിർവഹണത്തിൻ്റെ പരമാധികാരി. അക്കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ സഹായിച്ചു പോന്നു. പ്രത്യേക സന്ദർഭങ്ങളിൽ ശാസ്ത്രകോവിന്ദന്മാരായ ബ്രാഹ്മണന്മാരുടെ സഹായവും അദ്ദേഹം സ്വീകരിച്ചിരുന്നു. വ്യവഹാരവും ആർക്കും സൗജന്യമായിരുന്നു. പരാതിക്കാരുടെ പക്കൽ നിന്നും പ്രതിഫലമൊന്നും ഈടാക്കിയിരുന്നില്ല. വസ്തു സംബന്ധമായ തർക്കങ്ങൾ തീരുമാനിച്ചിരുന്നത് പഞ്ചായത്തുകളായിരുന്നു. അധർമ്മന്മാരോട് യാതൊരുവിധ ദാക്ഷിണ്യവും കാണിച്ചിരുന്നില്ല. അവർ യഥാസമയം കടം വീട്ടുകയും വേണമായിരുന്നു. ക്രിമിനൽ കുറ്റങ്ങളെ സംബന്ധിക്കുന്ന നീതി നിർവഹണം മിക്കവാറും പ്രാകൃതമായിരുന്നു എന്നു പറയാം. സന്മാർഗധ്വംസനം, മതാചാര നിഷേധം മുതലായ കുറ്റങ്ങളെക്കുറിച്ചിട്ട് തീരുമാനിക്കാൻ ബ്രാഹ്മണ സമിതികളെ ഏർപ്പെടുത്തിയിരുന്നു. ഇവരാണ് നമ്പൂതിരി സ്ത്രീകളുടെ സദാചാര ഭംഗത്തെ വിചാരണ നടത്തി വിധി കൽപ്പിച്ചിരുന്നത്. ഈ വിചാരണ പരിപാടിക്ക് സ്മാർത്ഥ വിചാരം എന്ന് പറയും. സ്മാർത്ഥ വിചാരത്തിൽ അപരാധികളെന്ന് തെളിയുന്ന അന്തർജനങ്ങളെ ജാതിയിൽ നിന്നും പുറംതള്ളുകയായിരുന്നു പതിവ്. കൊല, കൊള്ള, പിടിച്ചുപറി, രാജ്യദ്രോഹം തുടങ്ങിയ കുറ്റങ്ങൾക്ക് വധമായിരുന്നു ശിക്ഷ. സാധാരണമായ കുറ്റങ്ങൾക്ക് പോലും ചാട്ടവാർ കൊണ്ടടിക്കുക, മുക്കാലിൽ കെട്ടിയടിക്കുക, അംഗം ഛേദിക്കുക മുതലായ ശിക്ഷകൾ നൽകിയിരുന്നു. ബ്രാഹ്മണന്മാരെ ഈ മാതിരി ശിക്ഷകളിൽ നിന്നെല്ലാം ഒഴിവാക്കുകയും ചെയ്തിരുന്നു. സാംസ്കാരിക പുരോഗതി. കോഴിക്കോട്ടെ ആദ്യകാല സാമൂതിരിമാർ കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് വിലപ്പെട്ട സംഭാവന നൽകിയവരാണ്. മറ്റു രംഗങ്ങളിൽ അവർക്കുണ്ടായ വമ്പിച്ച നേട്ടങ്ങളേക്കാൾ മഹത്തരമായിരുന്നു വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മേഖലകളിൽ അവർ അനുഷ്ഠിച്ച സേവനങ്ങൾ. മഹാപണ്ഡിതന്മാരും ശാസ്ത്രങ്ങളുടെയും സാഹിത്യാദി കലകളുടെയും ഉദാര സംരക്ഷകന്മാരായിരുന്നു അവർ. അവരുടെ ഭരണകാലത്ത് കോഴിക്കോട് നഗരം പണ്ഡിതന്മാരും കവികളാലും ഉള്ള ഒരു സങ്കേതമായിട്ട് മാറി. സാഹിത്യരംഗത്ത് സുപ്രശസ്തനായ സാമൂതിരിമാരിൽ പ്രമുഖൻ 1466 തൊട്ട് 1471 വരെ നാടുവാണ മാനവിക്രമനാണ്. മൂരാരിയുടെ അനർഘരാഘവത്തിന് അദ്ദേഹം രചിച്ച വിക്രമീയ വ്യാഖ്യാനം
മഹാന്മാരുടെ സംസ്കൃത പണ്ഡിതന്മാർക്കിടയിൽ അദ്ദേഹത്തിന് ചിരപ്രതിഷ്ഠ നേടിക്കൊടുത്തിരുന്നു. 18 കവികൾ എന്നറിയപ്പെടുന്ന 18 രാജകീയ കവികൾ അദ്ദേഹത്തിൻ്റെ രാജസദസ്സിനെ അലങ്കരിച്ചിരുന്നു. ഇവരിൽ ഏറ്റവും പ്രശസ്തനാണ് ഉദണ്ഡശാസ്ത്രികൾ. അതുപോലെ തന്നെ 2 പയ്യൂർ ഭട്ടതിരിമാരും. അവർ മഹർഷിയും അദ്ദേഹത്തിൻ്റെ മകൻ പരമേശ്വരനും. ഇവരാണ് പ്രസിദ്ധർ. കാക്കശ്ശേരി ദാമോദര ഭട്ടതിരിയും ചേന്നാസ് നാരായണൻ നമ്പൂതിരിയും പുനം നമ്പൂതിരിയും തൊണ്ടൈ മണ്ഡലത്ത് അഥവാ ചെങ്കൽപ്പെട്ട് ജില്ലയിലെ ലാടപുരത്തു നിന്നും കോഴിക്കോട്ട് വന്ന ഉദണ്ഡൻ്റെ കൃതികളാണ് കോകില സന്ദേശവും മല്ലികാമാരുതവും. മികച്ച മീമാംസാ പണ്ഡിതനായിരുന്നു പയ്യൂർ ഭട്ടതിരിമാർ. മാനവിക്രമൻ്റെയും മങ്ങാട്ടച്ചൻ്റെയും മകളായ വാസുമതിയുടെ വിവാഹത്തെ ഇതിവൃത്തമാക്കി രചിച്ച വസുമതി മാനവിക്രമം എന്ന സംസ്കൃത നാടകത്തിൻ്റെ കർത്താവാണ് കാക്കശ്ശേരി ഭട്ടതിരി. താന്ത്രിക വിധികളെയും ക്ഷേത്രവാസ്തുവിദ്യയെയും അധികരിച്ച് ചേന്നാസ് നാരായണൻ നമ്പൂതിരി നിർമ്മിച്ച് പ്രസിദ്ധമായ ഗ്രന്ഥമാണ് തന്ത്രസമുച്ചയം. 18 കവികളിൽ പുനം നമ്പൂതിരി മാത്രമാണ് മലയാള കവി എന്ന നിലയിൽ കീർത്തി നേടിയത്. പുനത്തിൻ്റെ പാണ്ഡിത്യത്തിലും കവിത്വസിദ്ധിയിലും ബഹുമാനം തോന്നിയ ഉദണ്ഡൻ അദ്ദേഹത്തിന് പട്ടു സമ്മാനിച്ച കഥ പ്രസിദ്ധമാണ്. രേവതി പട്ടത്താനം എന്ന സപ്തദിന വിദ്വത് സദസ്സിൻ്റെ ആസ്ഥാനമെന്ന നിലയിൽ കോഴിക്കോട്ട് വിഖ്യാതമായിരുന്നു. തുലാമാസത്തിലെ രേവതി ദിനക്ഷത്രത്തിൽ ആരംഭിക്കുന്നത് കൊണ്ടാണ് ആ സദസ്സിന് രേവതി പട്ടത്താനം എന്ന പേര് ലഭിച്ചത്. എല്ലാ കൊല്ലവും കോഴിക്കോട്ടെ തളിയിൽ ക്ഷേത്രത്തിൽ വെച്ച് സാമൂതിരിയുടെ സംരക്ഷണത്തിൽ സമ്മേളിക്കാറുണ്ടായിരുന്ന ആ പണ്ഡിത സദസ്സിൽ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നു മാത്രമല്ല വെളിയിൽ നിന്നു പോലും വിദ്വാൻമാർ പങ്കെടുത്തിരുന്നു. വാദപ്രതിവാദങ്ങളിൽ അനിതര സാധാരണമായ പാണ്ഡിത്യം പ്രകടമാക്കുന്ന പണ്ഡിത വരേണ്യന്മാർക്കു ഭട്ടസ്ഥാനം അഥവാ പട്ടത്താനം നൽകി വന്നു. ഇങ്ങനെ പട്ടത്താനം ലഭിച്ചവരായിരുന്നു ഉദണ്ഡനും കാക്കശ്ശേരിയും മറ്റും. ഈ വാർഷിക സദസ്സിൽ പങ്കെടുക്കാനാണ് ഉദണ്ഡൻ ആദ്യമായി കോഴിക്കോട്ട് വന്നത്. കാക്കശ്ശേരി ഉദണ്ഡനെ പരാജയപ്പെടുത്തിയ കഥ പട്ടത്താനത്തിൻ്റെ ചരിത്രത്തിലെ രസകരമായ സംഭവങ്ങളിൽ ഒന്നാണ്. രേവതി പട്ടത്താനത്തിൽ ഭട്ടസ്ഥാനം നേടുക എന്നത് ഏത് പണ്ഡിതനും എളുപ്പമായിരുന്ന കാര്യമായിരുന്നില്ല. മേൽപുത്തൂർ നാരായണ ഭട്ടതിരിക്ക് പോലും 6 പ്രാവശ്യം നിഷേധിക്കപ്പെട്ടതിനു ശേഷമാണ് ഭട്ട പദവി നൽകിയത്. കേരളത്തിലെ എല്ലാ സഭാമണ്ഡലങ്ങളുടെയും പ്രതിനിധികൾ രേവതി പട്ടത്താനത്തിൽ പങ്കെടുത്തിരുന്നു. പയ്യൂർ മനയ്ക്കലെ പ്രധാനിയായിരുന്നു വിധികർത്താക്കളിൽ പ്രമുഖർ. മീമാംസ, വ്യാകരണം, വേദാന്തം മുതലായ വിഷയങ്ങളായിരുന്നു ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. വിധികർത്താക്കൾ നൽകിയ പേരുകൾ 7-ാം ദിവസം മങ്ങാട്ടച്ചൻ സദസ്സിനു മുമ്പാകെ വായിക്കുകയും ജേതാക്കൾക്ക് സാമൂതിരി പട്ടത്താനവും പണക്കിഴിയും സമ്മാനിക്കുകയും ചെയ്തു വന്നു. മാമാങ്കം കൊണ്ടും രാഷ്ട്രീയ രംഗത്തെ പോലെ രേവതി പട്ടത്താനം കൊണ്ട് സാംസ്കാരിക രംഗത്തും സാമൂതിരി അതുല്യ പദവി നേടിയിരുന്നു. കേരളത്തിലെ നിത്യകലയുടെ പരിണാമത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കഥകളിയുടെ വളർച്ചയ്ക്ക് സാമൂതിരി രാജവംശത്തിൻ്റെ സംഭാവന വളരെ വിലപ്പെട്ടതാണ്. പിൽക്കാലത്തെ ഒരു സാമൂതിരിയായ മാനവേദൻ 1655 to 1658 വരെ ഭരണം നടത്തിയ മാനവേദൻ കൃഷ്ണനാട്ടം എന്ന നൃത്തനാടകരൂപം സംവിധാനം ചെയ്തു. ശ്രീകൃഷ്ണൻ്റെ ജീവിതകഥ 8 കാണ്ഡങ്ങളിലായി വിഭജിച്ച് സംസ്കൃതത്തിൽ ഇദ്ദേഹം രചിച്ച കൃഷ്ണഗീതി എന്ന കാവ്യമാണ് കൃഷ്ണനാട്ടത്തിന് വാചികാംശമായിട്ട് ഉപയോഗിച്ചത്. കഥകളി രൂപാന്തരപ്പെടുത്തുന്നതിൽ കൃഷ്ണനാട്ടം വ്യക്തമായ പങ്കുവഹിച്ചിട്ടുണ്ട്. കോഴിക്കോടിനെ കുറിച്ചിട്ട് വിദേശ സഞ്ചാരികൾ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. മധ്യകാലത്ത് കേരളക്കര സന്ദർശിച്ച വിദേശ സഞ്ചാരികളുടെ വിവരണങ്ങളിൽ നിന്ന് സാമൂതിരിയെക്കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ സ്ഥിതിഗതികളെക്കുറിച്ചിട്ടും കാര്യങ്ങൾ അറിയാൻ കഴിയുന്നുണ്ട്. കോഴിക്കോടിനെ പറ്റി ആദ്യമായി ചില വിവരണങ്ങൾ ലഭിക്കുന്നത് ആ സ്ഥലം 6 തവണയെങ്കിലും സന്ദർശിച്ച ഇബ്നു ബത്തൂത്തയുടെ 1342 to 1347 വരെ സഞ്ചരിച്ച കൃതികളിൽ നിന്നുമാണ്. മലബാറിലെ വലിയ തുറമുഖങ്ങളിലൊന്ന് എന്നും ഇവിടെ ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള കച്ചവടക്കാരെ കാണാം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ സ്ഥലത്തെ രാജാവ് അവിശ്വാസിയാണ്. അദ്ദേഹം റോമിലെ ഹൈദരി ഫക്കീർമാരെ പോലെയാണ് മുഖം ക്ഷൗര്യം ചെയ്യുന്നത്. ഞങ്ങൾ ആ സ്ഥലത്തെത്താറായപ്പോൾ ആളുകൾ ഞങ്ങളെ സന്ദർശിക്കാൻ വന്നു. ഒരു വലിയ ജനക്കൂട്ടം ഞങ്ങളെ തുറമുഖത്തെത്തിച്ചു. ഇവിടെയുള്ള മുഹമ്മദി വ്യാപാരികളിൽ ഭൂരിഭാഗത്തിനും ഇവിടെ കൂടിക്കിടക്കുന്ന എല്ലാ കപ്പലുകളിലെയും ചരക്കുകൾ ഒന്നിച്ചു വാങ്ങാനും ഇതുപോലുള്ള കപ്പലുകൾ സ്വന്തമായി നിർമ്മിക്കുവാനും കഴിവുണ്ട്. തൻ്റെ സന്ദർശനാവസരത്തിൽ കോഴിക്കോട്ട് തുറമുഖത്ത് നങ്കൂരമടിച്ച് കിടന്നിരുന്ന വലിയ ചീനക്കപ്പൽ കൂട്ടത്തെക്കുറിച്ചിട്ടും ആഫ്രിക്കൻ സഞ്ചാരിയായിട്ടുള്ള ഇബ്നു ബത്തൂത്ത പരാമർശിക്കുന്നുണ്ട്. അടുത്തതായി കോഴിക്കോട്ട് സന്ദർശിച്ച വിദേശികളിൽ പ്രധാനി ചീനക്കാരൻ മാഹ്വാൻ എന്ന മുസ്ലിമാണ്. സാമൂതിരിയുടെ രാജ്യത്ത് കുരുമുളകും തെങ്ങും വലിയ തോതിൽ കൃഷി ചെയ്തിരുന്നത് അദ്ദേഹത്തെ അത്യന്തം ആകർഷിച്ചിരുന്നു. കോഴിക്കോട്ടെ ജനസംഖ്യയിൽ മുസ്ലിങ്ങളായിരുന്നു ഗണനീയമായൊരു വിഭാഗം. അവരുടെ മതാനുഷ്ഠാനങ്ങൾക്ക് 20-30 ഇടയ്ക്കുള്ള പള്ളികളുണ്ടായിരുന്നതായിട്ടും മാഹ്വാൻ പറയുന്നുണ്ട്.
തുറമുഖത്തെ ചരക്കുകൾക്ക് വില നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ചിട്ടും കൈവിരലും കാൽവിരലും ഉപയോഗിച്ച് കൃത്യമായി കണക്കു കൂട്ടുന്നതിനെക്കുറിച്ചിട്ടും മാഹുവാന് വളരെ വലിയ രീതിയിൽ മതിപ്പ് തോന്നിയിട്ടുണ്ട്. സാമൂതിരിയുടെ മരുമക്കത്തായം അനുസരിച്ചിട്ടുള്ള രാജ്യാവകാശത്തെപ്പറ്റി അത്ഭുതം കലർന്ന ഭാഷയിലാണ് മാഹുവാൻ പറയുന്നത്. 1442 അഥവാ 15-ാം നൂറ്റാണ്ടിൽ അബ്ദുൾ റസാഖിൻ്റെ സന്ദർശന കാലത്ത് അറബി രാജ്യങ്ങളുമായിട്ടുള്ള വാണിജ്യം കോഴിക്കോട്ട് തുറമുഖത്ത് വളരെ വർദ്ധിച്ചിരുന്നു. ചൈനയുമായുള്ള കച്ചവടത്തിന് ഉടവു തട്ടി. അബ്ദുൾ റസാഖ് പറയുന്നു, കോഴിക്കോട്ടെ തുറമുഖം തികച്ചും സുരക്ഷിതമാണ്. ഹോർമുസിൽ എന്ന പോലെ. ഇവിടെയും എല്ലാ നഗരങ്ങളിൽ നിന്നും എല്ലാ രാജ്യങ്ങളിൽ നിന്നും വ്യാപാരികൾ ഒന്നിച്ചു ചേരുന്നു. സമുദ്ര വാണിജ്യമുള്ള രാജ്യങ്ങളിൽ നിന്ന് വിശേഷിച്ചും അബ്സീനിയ, സിർബാദ്, സാൻസിബാർ എന്നിവിടങ്ങളിൽ നിന്ന് എത്തിയ വലിയ വിലപ്പെട്ട ചരക്കുകൾ ഇവിടെ എത്ര വേണമെങ്കിലും കാണാം. ദൈവവസതിയുടെ തീരത്തു നിന്നും ഹെഡ്ജാസിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഇവിടെ കൂടെ കപ്പലുകൾ വന്നു ചേരുകയും ഏറെ കാലമോ കുറച്ചു നാളോ യഥേഷ്ടം തുറമുഖത്ത് തങ്ങുകയും ചെയ്യുന്നു. അസുഖകരമായ ഒരു തീരപ്രദേശത്താണ് നഗരം സ്ഥിതി ചെയ്യുന്നത്. അവിശ്വാസികളാണ് നഗരവാസികൾ. ഒട്ടേറെ മുസൽമാന്മാർ ഇവിടെ സ്ഥിരവാസക്കാരായുണ്ട്. അവർ 2 പള്ളികളും നിർമ്മിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച തോറും അവർ ഈ പള്ളികളിൽ ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പുരോഹിതനായി ഒരു ഖാദിയാരേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ എന്ന് പറഞ്ഞ്. അവർ ഏറിയ കൂറും ഷാഫികളാണ്. കടൽ കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളിലെ ധനികരായ വ്യാപാരികൾ കൊണ്ടുവരുന്ന വമ്പിച്ച ചരക്കുകൾ കരയ്ക്കിറക്കി അങ്ങാടികളിലേക്കും കമ്പോളങ്ങളിലേക്കും അയക്കുന്നത് എണ്ണിത്തിട്ടപ്പെടുത്തുകയോ കാവലേർപ്പെടുത്തുകയോ ചെയ്യാതെയാണ്. അങ്ങനെ ചെയ്യേണ്ടതുണ്ടെന്ന ചിന്ത പോലും അവർക്കില്ല. സുരക്ഷിതത്വവും നീതിബോധവും എത്രത്തോളം സുദൃഢമായിരിക്കുന്നു. ചുങ്കപ്പുരയിലെ ഉദ്യോഗസ്ഥന്മാർ രാത്രിയും പകലും ചരക്കു കാത്തു സൂക്ഷിച്ചുകൊള്ളും. ഒരു ചരക്കിൻ്റെ വിൽപ്പന നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവർ അതിൻ്റെ 40-1 ചുങ്കം ചുമത്തുന്നു. ചരക്കു വിറ്റില്ലെങ്കിലും ചുങ്കം ഈടാക്കുകയില്ല. ചില സ്ഥലങ്ങളിൽ വിചിത്രമായ ഒരേർപ്പാടുണ്ട്. ഒരു പ്രത്യേക സ്ഥലം ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്ന കപ്പൽ കാറ്റിൽപ്പെട്ട് ഏതെങ്കിലും ഒരു കരയ്ക്കടുത്ത് പോയാൽ സ്ഥലവാസികൾ ചുറ്റുകൂടുകയും ഈശ്വര നിശ്ചയത്താൽ കാറ്റാണ് അവിടെ കപ്പലെത്തിച്ചത് എന്ന നാട്യത്തിൽ കൊള്ളയടിക്കുകയും ചെയ്യും. എന്നാൽ കോഴിക്കോട് ഇങ്ങനൊരു കപ്പലെടുത്താൽ മറ്റു കപ്പലുകൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും അതിന് ലഭിക്കും. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല. അനന്തരകാലത്ത് കോഴിക്കോട്ട് വന്ന നിക്കോളോ കോണ്ടിയും 1444 അഥവാ 15-ാം നൂറ്റാണ്ടിൽ തന്നെയാണ് നിക്കോളോ കോണ്ടി വന്നത്. പിന്നെ അത്തനേഷ്യസ് നികിതിനും 1468 to 1474 വരെ. കുരുമുളക്, ഇഞ്ചി, ഏലം എന്നിവയിലും മറ്റ് സുഗന്ധദ്രവ്യങ്ങളിലും കോഴിക്കോട്ട് നടന്നുകൊണ്ടിരുന്ന സമൃദ്ധമായ വാണിജ്യത്തെക്കുറിച്ചിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. കോഴിക്കോട്ട് നഗരത്തിലെ വലിയങ്ങാടി നികുതിനെ വളരെയധികം ആകർഷിച്ചിരുന്നു. ഇങ്ങനെ സാമൂതിരിയുടെ രാജ്യത്ത് പോർച്ചുഗീസുകാരുടെ വരവിന് മുൻപ് നടന്ന വാണിജ്യങ്ങളുടെയും സാമ്പത്തികാഭ്യുദയത്തിൻ്റെയും നല്ലൊരു ചിത്രം വിദേശി സഞ്ചാരികളുടെ വിവരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു.